നമുക്കിനി AI യൂസ് ചെയ്തിട്ട്, അതായത് നമ്മുടെ ChatGPT യൂസ് ചെയ്തിട്ട് മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ്, മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ രണ്ടുമായിട്ട് ബന്ധമുള്ളൊരു കാൽക്കുലേഷനാണല്ലോ ഈ AC ഒക്കെ കേസുകൾ. അപ്പോൾ അതിലെങ്ങനെ നമുക്ക് കാൽക്കുലേഷൻസ് നടത്താം എന്നുള്ള ഒരു ടോപ്പിക്കാണ് പറയുന്നത്. ഞാൻ ഓൾറെഡി ഞാൻ ലൈവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ വീഡിയോ കാണിച്ചു. അപ്പോൾ നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇമാജിൻ യുവർ സെൽഫ് ആസ് എ മെക്കാനിക്കൽ എഞ്ചിനീയർ ആൻഡ് എക്സ്പെർട്ട് ഇൻ കാൽക്കുലേഷൻസ് ഇൻ MEP ഡിസൈൻ എന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളിയോട് പറഞ്ഞു യു വിൽ ബി അസൈൻ ടു ഡു ഡിഫറെൻറ്റ് കാൽക്കുലേഷൻസ് അക്കോർഡിംഗ് ടു മൈ ഇൻപുട്ട്. ഓക്കെ എന്ന് പറഞ്ഞാൽ അവനോട് ചോദിച്ചു. അപ്പോൾ അവൻ ഓക്കെ, അവനെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഒരു സ്പ്ലിറ്റ് AC വെക്കണം. നമ്മുടെ വീട്ടിലൊക്കെ വെക്കുന്ന ടൈപ്പ് സ്പ്ലിറ്റ് AC വെക്കണം. അപ്പോൾ അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഓക്കെ, അപ്പോൾ നമുക്കൊരു കൺസൾട്ടിങ് പാർട്ട് വരുവാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യമാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ റൂം ഡൈമെൻഷൻസ് ആദ്യം അറിയണം. ഫീറ്റ് ഓർ മീറ്റേഴ്സിൽ, ഫീറ്റ് അല്ലെങ്കിൽ മീറ്ററിന് ഏതാണെന്ന് വെച്ചാൽ ലെങ്ത്ത്, വിഡ്ത്ത്, ഹൈറ്റ് ഇതറിയണം. എന്നിട്ട് എന്തിനു വേണ്ടിയുള്ള റൂമാണ്, ബെഡ്റൂമാണോ ലിവിങ് റൂമാണോ ഓഫീസാണോ എന്താണെന്ന് അറിയണം. വിൻഡോസ് എങ്ങനെയുള്ള, അതിൻ്റെ സൈസ്, സൺലൈറ്റുമായിട്ടുള്ള ബന്ധമുണ്ടോ അങ്ങനെയുള്ള കാര്യം അറിയണം. പിന്നെ ആവറേജ് നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ദ റൂം എത്രയാണെന്ന് അറിയണം. വേറെ ഏതെങ്കിലും ഹീറ്റ് ജനറേറ്റിംഗ് എക്യുപ്മെൻറ്റ്സ് ആയിട്ടുള്ള കമ്പ്യൂട്ടറോ ലൈറ്റുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണം. അപ്പോൾ അതാണ് ഫസ്റ്റ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ കൂളിംഗ് കപ്പാസിറ്റി ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റും അല്ലെങ്കിൽ ടൺ എന്നൊക്കെ പറഞ്ഞ ഒരു 2 ടേംസിനാണ് പറയാറുള്ളത്. അപ്പോൾ നമ്മുടെ ഓരോ സ്ക്വയർ ഫീറ്റും പിന്നെ പല പല കാര്യങ്ങളനുസരിച്ച് നമ്മുടെ കൂളിംഗ് കപ്പാസിറ്റി വ്യത്യാസം വരും. അതിപ്പോൾ ആ ഒരു പാർട്ടാണ് ഇതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. 150 സ്ക്വയർ ഫീറ്റ് ലെസ് ആണെങ്കിൽ 6000 BTU ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ്സ് മതി. ഇപ്പോൾ 400-600 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ 15000 ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ്സ് വേണം. ഓക്കെ, അപ്പോൾ നമ്മളതിൻ്റെ ബാക്കിയുള്ള പാർട്ടുകൾ നോക്കുന്നു. നമുക്ക് എനർജി എഫിഷ്യൻസി അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഇൻ കേസ് നമുക്ക് 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ എനർജി എഫിഷ്യൻസി, ലോങ് ടൈം ആയിട്ടുള്ള ലാഭങ്ങളായിരിക്കും അതിലുണ്ടാകുന്നത്. പിന്നെ പവർ കൺസംഷനൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇൻവെർട്ടർ ടെക്നോളജി ഉള്ള അതൊക്കെ യൂസ് ചെയ്യുക. നല്ല ഏതെങ്കിലും ബ്രാൻഡുള്ള അതിൻ്റെ കേസുകളൊക്കെ ഉണ്ടെങ്കിൽ അതും ഇവർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഒരു വളരെ റഫായിട്ടുള്ള നമുക്കൊരു ജസ്റ്റ് ഒരു ഇതിൻ്റെ ഒരു വർക്കിംഗ് പ്രോസസ്സ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ 150 സ്ക്വയർ ഫീറ്റുള്ള ഒരു റൂമാണെന്ന് പറഞ്ഞു. അപ്പോൾ 150 സ്ക്വയർ ഫീറ്റുള്ള റൂമിൻ്റെ ഒരു ഇതിൽ നമ്മൾ കണ്ടല്ലോ എത്ര എൻ്റെ AC യൂസ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ജനറലായിട്ടൊരു തമ്പ് റൂൾ അല്ലെങ്കിൽ ഒരു പൊടിക്കൈ എന്ന് പറയുകയാണെങ്കിൽ ഓരോ സ്ക്വയർ ഫീറ്റിനും 20 ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് എന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ വിൻഡോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ വേറെ എക്സ്ട്രാ കുറച്ചും കൂടി ആഡ് ചെയ്യണം. അതായത് ഹീറ്റ് വരാൻ സാധ്യതയുള്ള രീതിയിൽ ആഡ് ചെയ്യണം. അപ്പോൾ ആ ഒരു അസംഷനിൽ ഇപ്പോൾ എല്ലാവരും അസംഷനിലാണ് പോകുന്നത്. അപ്പോൾ അതേപോലെ തന്നെ 2-3 പേരുണ്ടെന്നുള്ള അസംഷനിലും നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ അതാണ് പറയുന്നത്. ഫൈനലി നമുക്ക് എൻ്റെ കാൽക്കുലേഷൻ കാണാം. ഇതിൻ്റെ അകത്ത് ഓരോ വിൻഡോസിൻ്റെ റൂമിൻ്റെ കണ്ടീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എത്ര ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് വരുന്നുണ്ട്, 3 ആൾക്കാരുണ്ടെങ്കിൽ എത്ര ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് വരുന്നുണ്ട്, അതായത് ഹീറ്റ് ലോഡെന്ന് പറയാം. നമുക്ക് എത്ര ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നു അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കൂളിംഗ് കൊടുത്താൽ മതി. അപ്പോൾ ബേസിക്കലി നമ്മൾ ഈ ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് എത്ര ആയി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ TVയോ സിമിലർ ഡിവൈസസോ ഉണ്ടെങ്കിൽ അതിൻ്റെ ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് ആഡ് ആവുന്നു. അത് ഓരോന്ന് പറയാം. 3000 ബേസിൽ സ്റ്റാർട്ട് ചെയ്തു. 3000 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 150 സ്ക്വയർ ഫീറ്റാണ് ഉള്ളത്. അപ്പോൾ 150 × 20 എല്ലാ ബേസായിട്ട് 20 വെച്ച് എടുക്കണം. എല്ലാത്തിനും 20 ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് ഉണ്ടെന്നുള്ള അസംഷനിൽ പോകണം. പിന്നെ അതുകൂടാതെ വിൻഡോ വരുന്നതുകൊണ്ട് ഒരു 10% കയറ്റിയിടണം. അപ്പോൾ 3000 × 1.10 ചെയ്യുമ്പോൾ 10% കയറി. ഇനി അതിൻ്റെ കൂടെ നമ്മുടെ ഒക്യുപ്പൻസി, ഓരോ ആൾക്കാരുടെ ഒക്യുപ്പൻസി വെച്ച് 200 ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് വെച്ച് കൂട്ടി. അങ്ങനെയാണ് 600 കയറിയേക്കുന്നത്. 3 പേരുടെ വെച്ച് 600 അങ്ങനെ വലച്ചാൽ മതി. പിന്നെ TV പോലത്തെ അപ്ലയൻസസിന് ഒരു 500, അങ്ങനെ ടോട്ടൽ 4400 ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് വരുന്നു എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ AC അവൈലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പ്ലിറ്റ് AC അവൈലബിലിറ്റി 12000 ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് റിമൂവ് ചെയ്യാൻ പാകത്തിനുള്ള AC ആണ്. വിച്ച് മീൻസ് അതിനെ ടൺ, നമ്മൾ സാധാരണ AC ടണ്ണിലാണ് പറയുന്നത്. 12000 ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
1 ടൺ എന്ന് പറയും. അപ്പോൾ 1 ടണ്ണിൻ്റെ എ സിയാണ് നമുക്ക് ജനറലി അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ റൂമിന് വേണ്ടി നമ്മൾ 1 ടണ്ണിൻ്റെ ഇതാണ് പ്രിഫർ ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല നമ്മൾ കുറച്ച് കൂടുതൽ ഇടുന്നതാണ് എപ്പോഴും നമുക്ക് ബെറ്റർ വർക്കിങ്ങിന് നല്ലത്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അറ്റം പറ്റിയായിട്ട് ഇടുന്നേക്കാളും നല്ലത് അതാണ് ഇതിൽ പറഞ്ഞത്. എ സി വർക്ക്സ് ബെറ്റർ വിത്ത് ബിറ്റ് ഓഫ് സർപ്ലസ് കപ്പാസിറ്റി എന്ന് പറഞ്ഞ അതാണ്. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് ഫർദർ ഡിസ്കഷൻസിലേക്കൊക്കെ വേണമെങ്കിൽ ഇതിൽ പോയിട്ട് നമുക്ക് കുറേ റിപ്പോർട്ട്സ് പോലെയൊക്കെ ജനറേറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഞാനിപ്പോൾ ഇതിൽ ജസ്റ്റ് ഒരു എ സിക്ക് വേണ്ടിയാണ് എ സി ഫോർ ഓഫീസാണ് ചെയ്യണമെങ്കിൽ, സപ്പോസ് 300 സ്ക്വയർ ഫീറ്റിന് വേണ്ടിയുള്ള ഒരു ഇതിനാണ് ചെയ്യുന്നതെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു പാർട്ടും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ സെയിം നമ്മൾ ഫോളോ ചെയ്ത അതേ സ്റ്റെപ്സ് തന്നെ ഇവിടെ കാണാം. 20 ബ്രിട്ടീഷ് സമൺ യൂണിറ്റ് പെർ സ്ക്വയർ ഫീറ്റ് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 300 സ്ക്വയർ ഫീറ്റുള്ളൊരു ഓഫീസിന് 6000 ബ്രിട്ടീഷ് സമൺ യൂണിറ്റ് വരും. പിന്നെ ബാക്കിയുള്ള 10% നമ്മുടെ വിൻഡോസും അങ്ങനെയുള്ള കാരണങ്ങളാലും പിന്നെ സണ്ണിൻ്റെ കാരണങ്ങളാലൊക്കെ ആഡ് ചെയ്യണം. എക്യുപ്മെൻറ്റ്സ് ലൈക്ക് കമ്പ്യൂട്ടേഴ്സിന് വേണ്ടി ഒരു 500 ആഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. റൂം കണ്ടീഷൻ ബേസ് ചെയ്ത് 5%, ഓക്യുപ്പൻസ് ബേസ് ചെയ്തിട്ടുള്ളത് ആഡ് ചെയ്തു. അതുകൂടാതെ എക്യുപ്മെൻറ്റ്സ് ഒരു 4 എണ്ണം എന്നുള്ള രീതിയിൽ, ഓഫീസാണല്ലോ, അപ്പോൾ നമുക്ക് 4 എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. 4 കമ്പ്യൂട്ടറെങ്കിലൊക്കെ ഉണ്ട്. അപ്പോൾ കറക്റ്റ് എണ്ണം അറിയുകയാണെങ്കിൽ എത്രയും നല്ലത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഏറ്റവും കറക്റ്റായിട്ടുള്ള ഇതിലേക്ക് എത്തി. 10,100 ബ്രിട്ടീഷ് സമൺ യൂണിറ്റ് എന്ന് പറഞ്ഞൊരു ഇതിലേക്ക് എത്തി. അപ്പോൾ നമുക്ക് 12,000 ബ്രിട്ടീഷ് സമൺ യൂണിറ്റുള്ള 1 ടൺ ഉണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ കുറച്ച് ഓഫീസാണ് ഒന്നാതെ, അപ്പോൾ കുറച്ച് ആൾക്കാരുടെ യൂസേജും ആൾക്കാർ കൂടുതൽ വരാനുള്ള സാധ്യതയും പിന്നെ അതുകൂടാതെ എക്യുപ്മെൻറ്റ്സിൻ്റെ കൂടുതൽ പ്രിൻ്റർ പോലത്തെ എക്യുപ്മെൻറ്റ്സ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു ഐഡിയ ഉണ്ടെങ്കിൽ അത് വെച്ച് തന്നെ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു അസംഷനിലോ, അപ്പോൾ 1 ടൺ മിനിമം എന്തായാലും വേണം. അപ്പോൾ 1.5 ടൺ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ബെറ്റർ, അതായത് 18,000 ബ്രിട്ടീഷ് സമൺ യൂണിറ്റിന് വേണ്ടി നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും സേഫ് ആയിരിക്കും. കൂടുതൽ എക്യുപ്മെൻറ്റ്സ് വന്നാലും കൂടുതൽ ആൾക്കാർ വന്നാലും നമുക്ക് കൂളിങ്ങിനെ അധികം ബാധിക്കാതെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. 1.5 ടൺ എ സി ഈസ് റെക്കമെൻഡഡ് ഇഫ് ദർ ഇസ് സിഗ്നിഫിക്കൻറ്റ് നീഡ് ഫ്രം സൺലൈറ്റ് ഓർ എക്യുപ്മെൻറ്റ്. സൺലൈറ്റിൻ്റെ ഏതെങ്കിലും എക്സ്പോഷർ ഉണ്ടെങ്കിൽ, വിൻഡോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ 1.5 ടൺ പ്രിഫർ ചെയ്യുക. അല്ലെങ്കിൽ നല്ലോണം ഇൻസുലേറ്റഡ് ആയിട്ടൊക്കെ ഉള്ള അതായത് ഈ എയർ ഒന്നും അത് എസ്കേപ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള റൂമൊക്കെ ആണെങ്കിൽ 1 ടൺ എ സി മതി. ഇത് 2 ടണ്ണിൻ്റെ റേഞ്ചിലേക്ക് നമുക്ക് എത്തിക്കാൻ വേണമെങ്കിൽ. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ ഇത് സെലക്ട് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ ChatGPT യൂസ് ചെയ്തിട്ട് എ സി സെലക്ട് ചെയ്യുന്ന ഒരു പാർട്ട്. ഇനി ഇതിൻ്റെ വേണമെങ്കിൽ കറണ്ട് കാൽക്കുലേഷൻസിലേക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാം. നമുക്കിനി ഇലക്ട്രിക്കൽ ഡിസൈൻ പാർട്ടിലേക്ക് ഇതിൻ്റെ ഇത് വെച്ചുള്ള ഇലക്ട്രിക്കൽ ഡീറ്റെയിൽസ് നമുക്ക് വേണമെങ്കിൽ ഡിറൈവ് ചെയ്തെടുക്കാവുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എത്രത്തോളം ഇതിനോട് പ്രോംപ്റ്റ് കൊടുക്കുന്നു, അത്രത്തോളം ബെറ്റർ റിസൾട്ട്സ് നമുക്ക് കിട്ടും.